യാഥാർത്ഥ്യം എന്താണ് എന്ന് അനന്യക്കറിയാം, അനന്യയുടെ ഫാദറിനറിയാം, അനന്യയുടെ ഫാമിലിക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിന് എനിക്ക് അങ്ങനെ പബ്ലിഷ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. അതിപ്പം ഞാൻ എനിക്കെന്നല്ല ആർക്കും ഉണ്ടാകും, രണ്ട് വശങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിന് അതിൻ്റെ വഴിക്ക് വിടുന്നു. ഒരു സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്നവർ പിന്നീട് അത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പലർക്കും പല തെറ്റിദ്ധാരണകൾ കൂടുതലുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകൾ മാറി എന്നുള്ളതാണ്. അവരൊക്കെ ചേച്ചി മാറിയ ആൾക്കാർ രണ്ട് കൈ നിന്നിട്ട് സ്വീകരിച്ചു. പിന്നെ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് അതിനകത്ത് യാതൊരു അങ്ങനെ നമ്മൾ അങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇതൊന്നും. കാരണം വീട് ഉപേക്ഷിച്ച്, നാട് ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, സഹോദരങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ച് വരുന്ന ഒരു ജനതയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് വേണ്ടുന്നത് അല്പ സ്നേഹമാണ്. ആ സ്നേഹം കിട്ടുന്നിടത്തേക്കാണ് അവർ ചായുന്നത്. അവർക്ക് പണമോ പദവിയോ എന്നതിനേക്കാളൊക്കെ ഉപരി അവർക്ക് സ്നേഹമാണ് വേണ്ടത്. ആ റിയൽ സ്നേഹം എവിടെ കിട്ടുന്നോ അത് അവരവിടെ തിരക്കിപ്പോൾ. ഞാൻ കൊടുത്തിരിക്കുന്നതെല്ലാം റിയൽ സ്നേഹമാണ്. ഒരിക്കലും ഒരു ക്യാപ്സൂൾ ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല. എന്നിലുള്ള ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അതിൽ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്ത് അതൊക്കെ സെക്കൻഡറി കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ചില സപ്പോർട്ടുകൾ അത് ക്ലിയർ തന്നെയായിരുന്നു.